ഓം നമോ ഭഗവതേ വാസുദേവായ. കൃഷ്ണായ വാസുദേവായ. ഹരേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യൽകൃപാത്തമഹം വന്ദേ പരമാനന്ദമാധവം. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ 25-ാമത്തെ ശ്ലോകമാണ് പഠിക്കുന്നത്. സക്താഃ കർമ്മണ്യവിദ്വാംസഃ യഥാ കുർവന്തി ഭാരതാം കുര്യാം വിദ്വാംസ്തഥാസക്തഃ ചികീർഷുർലോകസംഗ്രഹം. ഭാരത എന്ന് വിളിക്കുന്നു ഭഗവാൻ ശ്രീകൃഷ്ണ ഭഗവാൻ അർജുനനെ വിളിക്കുകയാണ്. ഹേ ഭാരത എന്ന് പറഞ്ഞാൽ അർജുന എന്നർത്ഥം. അർജുന, നീ കേൾക്ക്. എന്താ കേൾക്കേണ്ടത്? അവിദ്വാംസഃ കർമ്മണി. അവിദ്വാംസഃ അജ്ഞാനികൾ, വിവരമില്ലാത്തവർ എന്ന് പറഞ്ഞാൽ ഈ വിവരമില്ലായ്മ എന്നൊക്കെ അതിനൊക്കെ വ്യാഖ്യാനം വളരെ കൂടിപ്പോവും. ചുരുക്കമായിട്ട് അറിവില്ലാത്തവരെ എന്ന് പറയുക. എന്താണുള്ള അറിവില്ലാന്ന് നമ്മൾ വിശദാക്കാം. അവിദ്വാംസഃ കർമ്മണി സക്താഹ. ഈ അജ്ഞാനികളായുള്ള ആൾക്കാർ കർമ്മണി കർമ്മത്തിൽ ആസക്തരായി, സക്താഹ കർമ്മത്തിൽ ആസക്തരായിട്ട് എന്ത് ചെയ്യുന്നു? അജ്ഞാനികൾ കർമ്മത്തിൽ ആസക്തരായി എപ്രകാരം ചെയ്യുന്നുവോ? ഈ അജ്ഞാനികളായിട്ടുള്ള ആൾക്കാർ കർമ്മം ചെയ്യുന്നത് എങ്ങനെയാണ്? ആസക്തരായിട്ട്, അതിനോട് വല്ലാതെ അറ്റാച്ച്ഡായിട്ട് കർമ്മം ഇങ്ങനെ ചെയ്യുന്നു. തനിക്ക് വേണ്ടി അതിൻ്റെ ഗുണം മുഴുവൻ കിട്ടണം, അതിനുവേണ്ടി അത്യധ്വാനം ചെയ്യുന്നു. അവിദ്വാംസഃ കർമ്മണി സക്താഹ യഥാ കുർവന്തി എപ്രകാരം ചെയ്യുന്നുവോ അപ്രകാരം തഥാ വിദ്വാൻ അറിവുള്ളവർ, വിദ്വാനായവൻ അസക്തഃ ആസക്തി കൂടാതെ ലോകസംഗ്രഹം ചികീർഷു ലോകത്തിൻ്റെ നന്മയ്ക്കായിക്കൊണ്ട് ചികീർഷു ഇച്ഛിച്ച് കുര്യാത് കർമ്മം ചെയ്യണം. അപ്പം കർമ്മം ചെയ്യുന്നു, രണ്ടു കൂട്ടരും കർമ്മം ചെയ്യുന്നുണ്ട്. ആര്? വിദ്വാൻമാരും അവിദ്വാൻമാരും ആയുള്ള ആളുകൾ കർമ്മം ചെയ്യുന്നുണ്ട്. പക്ഷേ ലേശം വ്യത്യാസമുണ്ടെന്നാണ് പറയുന്നത്. എന്താ വ്യത്യാസം? വിദ്വാൻമാരായുള്ള ആൾക്കാർ ചെയ്യുന്ന കർമ്മം എന്തിനു വേണ്ടിയിട്ടാണ്? ചികീർഷുർ ലോകസംഗ്രഹം, ലോകനന്മയ്ക്ക് ആയിക്കൊണ്ട്. അവരുടെ ഇച്ഛ, അവരുടെ ആഗ്രഹം ലോകനന്മയാണ്. അപ്പോൾ ലോകനന്മയ്ക്ക് വേണ്ടിയിട്ട് കർമ്മം ചെയ്യുന്നു. നീ അങ്ങനെ ചെയ്യണം, ലോകനന്മയ്ക്ക് ആയിക്കൊണ്ട് കർമ്മം ചെയ്യണം എന്ന് അർജുനനോട് ഭഗവാൻ പറയാണ്. രണ്ടു കൂട്ടരും കർമ്മം ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു കൂട്ടര് ചെയ്യുന്ന കർമ്മം തനിക്ക് വേണ്ടി മാത്രം, തൻ്റെ കാര്യം നടക്കണം, തൻ സുഖമായിട്ട് ജീവിക്കണം, അതിന് അത്യധ്വാനം ചെയ്യുന്നു. സക്തരായിട്ട് ആസക്തിയോട് കൂടിയിട്ട്. മറ്റുള്ള വിഭാഗം വെച്ചാൽ വിദ്വാൻമാരായുള്ളവരെ കർമ്മം ചെയ്യണം. എങ്ങനെ? അവർ ഞാൻ വിദ്വാനാണ്, എനിക്ക് കർമ്മമൊന്നും ചെയ്യണ്ട എന്ന് വിചാരിച്ചിരിക്കരുത്. അവർ കർമ്മം ചെയ്യണം. എന്തിനു വേണ്ടിയിട്ട്? ലോകസംഗ്രഹം, ലോക നന്മയ്ക്കായിക്കൊണ്ട് അവർ കർമ്മം ചെയ്യുന്നു. ചെറിയൊരു ഉദാഹരണം പറയാം, അത്ര ശരിയൊന്നുമല്ല എങ്കിലും ഏതാണ്ട് അങ്ങനെ രണ്ടും ശരിയാണ് എങ്കിലും പറയാം. ശരീരം നന്നാവണം, ശരീരം പുഷ്ടിപ്പെടണം. അതിനു വേണ്ടി ഇപ്പം നമ്മളൊക്കെ കാണാറുണ്ട്, രാവിലെ എണീറ്റ് ആൾക്കാരിങ്ങനെ ഓടുക, നടക്കുക ഒക്കെ ചെയ്യുന്നുണ്ട്. വേഗം വേഗം നടക്കുക, ശരീരത്തിൻ്റെ ഒരു എക്സസൈസ്, വ്യായാമം വേണം. രാവിലെ എഴുന്നേറ്റ് ഓടാൻ പോവുക, എക്സസൈസ് പലതും ചെയ്യുക, അതൊക്കെ ചെയ്യുന്നുണ്ട്. അത് സക്തരായിട്ടാണ് അവർ ചെയ്യുന്നത്. എന്തിനാണ് ചെയ്യുന്നത്? അതെ, പല മറ്റു രോഗങ്ങൾ പലതും വരും. അത് വരാതിരിക്കണമെങ്കിൽ ശരീരത്തിന് വ്യായാമം കൊടുക്കണം. അങ്ങനെ വ്യായാമം കൊടുത്താൽ ശരീരം പുഷ്ടിപ്പെടും. അത് സക്തരായിട്ട് ചെയ്യുന്നു. ഒരു വിദ്വാൻ എന്ന് പറയട്ടെ, ഇത് ശരിയല്ല എങ്കിലും ഒരു ചെറിയൊരു ഉദാഹരണത്തിൽ കൂടെ പറയാൻ ശ്രമിക്കുകയാണ്. അവിദ്വാൻമാരായിട്ടുള്ള ആൾക്കാരെന്ന് പറഞ്ഞാൽ അവർ വിദ്വാൻമാരല്ലേ എന്ന് ചോദിച്ചാൽ വിദ്വാൻമാർ തന്നെയാണ് അവരും. വേറെ
ആ ലേശ വ്യത്യാസമുള്ള കാഴ്ചപ്പാട് അവർ കർമ്മം ചെയ്യുന്നത് അവരുടെ ആരോഗ്യത്തിന് പുഷ്ടിപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട്. ഇതേ സമയത്ത് പൂജാരി ഗുരുവായൂരമ്പലത്തിൽ മേശാന്തി വിചാരിക്കുക 2:30 മണിയായാലും അദ്ദേഹം എണീക്കും. കുളി, ദേവാലയം, ഈശ്വരഭജനം, ഭഗവാനെ വേണ്ടിയിട്ടുള്ള പ്രവൃത്തി രാവിലെ മുതൽക്ക് എത്ര വൈകിയാണ് അദ്ദേഹം ഭക്ഷണം കഴിക്കുന്നത് അറിയാം. ഉച്ചപൂജ കഴിഞ്ഞിട്ട് ഭക്ഷണം കഴിക്കും. രാവിലെ 2:30 മണിക്ക് കുളി കഴിഞ്ഞിട്ട് അത് ഇടയിലൊന്നും കഴിക്കില്ല. മുഴുവൻ കർമ്മം ചെയ്യുന്നത് ലോകസംഗ്രഹം, ഭഗവാനെ പൂജിക്കുന്നു. അപ്പോൾ ആ പൂജയുടെ ഫലം അദ്ദേഹത്തിനല്ല, ലോക നന്മയ്ക്കായിക്കൊണ്ട് വരുന്ന ആൾക്കാർക്ക് എത്ര സമാധാനം ഉണ്ടാകുന്നല്ലേ. അവർ നല്ല സുഖമായിട്ട് തൊഴാൻ സാധിച്ചു, സമാധാനമായി. ക്യൂലൊക്കെ നിന്ന് ഏതായാലും നിന്നു തൊഴുതു. സംഗ്രഹമാണ്, ലോകസംഗ്രഹം. അപ്പോൾ അദ്ദേഹവും കർമ്മം ചെയ്യുന്നു, മറ്റാളും കർമ്മം ചെയ്യുന്നു. അപ്പോൾ ഈ കർമ്മം ചെയ്യുന്നത് രണ്ടും കൂട്ടരും ചെയ്യുന്നത്, ഒരാൾ ചെയ്യുന്നത് ലോക നന്മയ്ക്കായിക്കൊണ്ടും മറ്റേ ആൾ ചെയ്യുന്നത് തനിക്ക് വേണ്ടിയിട്ടും. എന്നാൽ അത് ചോദിക്കും, അപ്പോൾ ഈ തനിക്ക് വേണ്ടി കർമ്മം ചെയ്യുന്ന ആൾ വിദ്വാനില്ലാത്ത, അറിവില്ലാത്തവനാണ്, അജ്ഞാനിയാണെന്ന് ചോദിച്ചാൽ അങ്ങനെയല്ല. ആ പദത്തിൻ്റെ അങ്ങനെ രീതിയിൽ ഒന്ന് ചുരുക്കുകയാണെങ്കിൽ അത് വേറെ മറച്ചു ആവാം. ഇയാൾ ഈ കർമ്മം ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? തൻ്റെ ശരീരം നേരെയാവുന്നത് തനിക്ക് വേണ്ടിയിട്ടല്ല, മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് അങ്ങനെയാക്കാം. ഏതായാലും ചുരുക്കം തനിക്ക് വേണ്ടിയിട്ട് ആസക്തരായിട്ട് കർമ്മം ചെയ്യുന്നു അവിദ്വാൻമാർ, അജ്ഞാനികൾ, വിവരമില്ലാത്തവരെന്ന് അർത്ഥം. പക്ഷേ ഈ വിവരമില്ലായ്മ പല രീതിയിൽ വ്യാഖ്യാനിക്കാമെന്ന് ഞാൻ പറഞ്ഞു. ഈ തൻ്റെ കാര്യം നോക്കുന്നത് അത് വിവരമില്ലായ്മയല്ല, വിവരമുള്ളത് കൊണ്ടാണ് എന്ന് പറയാറുണ്ട് അല്ലേ. അത് ശരിയാണ്. അതിൻ്റെ കാര്യം താനല്ലാണ്ട് ആരാ നോക്കല്ലേ. ശരീരം ശരീരത്തിന് വ്യായാമം കൊടുത്ത് പുഷ്ടിപ്പെടുത്തി കർമ്മം ചെയ്യണം. അല്ലെങ്കിൽ വയ്യാണ്ട് ആരും നോക്കാനുണ്ടാവില്ല. അപ്പോൾ നല്ല പോലെ ശ്രദ്ധിക്കണം ശരീരത്തിന്. പറയാറുണ്ട്, ഇതിൽ തന്നെ പറയുന്നുണ്ട്, എന്ത്? ശരീരമാദ്യം ഖലു ധർമ്മ സാധനം. ശരീരം അത്യാവശ്യമാണ്. നല്ല ആരോഗ്യമുള്ള ശരീരം ഉണ്ടെങ്കിൽ മാത്രമേ നന്നായിട്ട് ജീവിക്കാനാവുള്ളൂ. അപ്പോൾ ആരോഗ്യം അത്യാവശ്യമാണ്. രോഗത്തിന് മരുന്ന് കഴിക്കേണ്ടി വരും, രോഗമില്ലാതെ ആവാൻ വേണ്ടിയിട്ട് വ്യായാമം ചെയ്യേണ്ടി വരും. അതൊക്കെ ശരിയാണ്. അപ്പോൾ മാഷ് പറഞ്ഞത് തെറ്റല്ലേ? അജ്ഞാനിയായുള്ള ആളാണോ ഇത് ചെയ്യുന്നത് ചോദിച്ചാൽ അങ്ങനെ നോക്കുകയാണെങ്കിൽ അത് ശരിയല്ല. എങ്കിൽ ചെറിയൊരു ഉദാഹരണം പറഞ്ഞതാണ് ലോകസംഗ്രഹം. ലോക നന്മയ്ക്കായിക്കൊണ്ട് കർമ്മം ചെയ്യുന്ന ഒരാളും തൻ്റെ കാര്യത്തിന് വേണ്ടി തനിക്ക് വേണ്ടി മാത്രം കർമ്മം ചെയ്യുന്ന ഒരാളും, ഇങ്ങനെ രണ്ടായിട്ട് വിഭജിക്കുകയാണ്. ആ വിഭജനം ശരിക്കും അങ്ങനെ വിഭജിക്കാൻ സാധിക്കില്ല. എല്ലാവരും കർമ്മം ചെയ്യുന്ന ഒരു വിധത്തിൽ നോക്കുകയാണെന്ന് വെച്ചാൽ സ്വാർത്ഥതയോട് കൂടിയിട്ട് തന്നെയാണ് എന്നും പറയാം അല്ലേ. ഇപ്പം പൂജാരി പോയി പൂജ കഴിക്കുന്ന എന്തിനു വേണ്ടിയിട്ടാണ്? അദ്ദേഹത്തിൻ്റെ ഉപജീവന മാർഗ്ഗമാണത് എന്ന് പറഞ്ഞാൽ അങ്ങനെയും വ്യാഖ്യാനിക്കാം. അതല്ലാതെ മറ്റേ രീതിയിലല്ലോ. അപ്പോൾ ലോക നന്മയ്ക്കായിക്കൊണ്ട് ഇപ്പോൾ പൂജാരിയുടെ ആ മേശാന്തി, പൂജക്കാരൻ ഒക്കെ ചെയ്യുന്ന ആ പ്രവൃത്തി ശരിക്കും ലോക നന്മയാണ് ഉദ്ദേശം. ഞങ്ങൾ വളരെ പറയുന്നത് ലോകാ സമസ്താസുഖിനോ ഭവന്തു. പൂജ കഴിക്കുമ്പോൾ ഈ പ്രദേശത്തുള്ള ആൾക്കാർക്കൊക്കെ ശാന്തിയും സമാധാനവും ഉണ്ടാവണേ എന്നൊക്കെയാണ് ഇതിലൊക്കെ പൂജയിലൊക്കെ പറയുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ ശരിക്കും ആ വിഗ്രഹത്തിന് അങ്ങനെ ചൈതന്യം വർദ്ധിപ്പിക്കുക. ആ ചൈതന്യം വർദ്ധിപ്പിച്ചാൽ എന്താ ഗുണമുള്ളൂ? പ്രദേശത്തുള്ളവർക്കൊക്കെ ശാന്തി സമാധാനം ഉണ്ടാവും. അപ്പോൾ ഇപ്പോൾ ഇടയ്ക്ക് പ്രശ്നം വെച്ചാലൊക്കെ കാണാറുണ്ട് ജ്യോതിഷപ്രകാരം അല്ലേ. അവിടെ ഒരു അമ്പലം വളരെ നീചാവസ്ഥയിലാണ്, ശോച്യാവസ്ഥയിലാണ്. അപ്പോൾ അതുകൊണ്ട് അതൊന്ന് പുനരുദ്ധാരണമൊക്കെ ചെയ്ത് നന്നാക്കിയാൽ നിങ്ങളുടെ ഈ പ്രശ്നമൊക്കെ തീരുന്നു. അപ്പോൾ ഈശ്വരൻ അല്ലെങ്കിൽ ഈ അമ്പലങ്ങൾ ഇതൊക്കെ ലോക നന്മയ്ക്ക് അല്ലെങ്കിൽ ചുറ്റുപാട് ആ പ്രദേശത്തിന് തന്നെ വേണ്ടിയിട്ടാണ് ഈ ഈശ്വരൻ നിലകൊള്ളുന്നത്. അപ്പോൾ ആ ഈശ്വരനെ പൂജിപ്പിക്കുന്ന ആൾ ലോക നന്മയാണ്, അല്ലെങ്കിൽ ആ പ്രദേശത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി കർമ്മം ചെയ്യുന്നു. ചുരുക്കി പറഞ്ഞാൽ അർജുനനോട് ഭഗവാൻ പറയാണ്, നീ എൻ്റെ കാര്യം എനിക്കിപ്പോൾ ഈ യുദ്ധമൊന്നും വേണ്ട എന്നും പറഞ്ഞ് പോവുകയാണെങ്കിൽ അത് തെറ്റാണ്. നിനക്ക് വേണ്ടിയല്ല നീ യുദ്ധം ചെയ്യണത്. നീ ആർക്ക് വേണ്ടിയാ? രാജ്യത്തിന് വേണ്ടിയിട്ട്, ഈ അധർമ്മത്തിനെതിരായിട്ട് ധർമ്മത്തിന് വേണ്ടി, ധർമ്മത്തിൻ്റെ പുനഃസ്ഥാപനത്തിനായിട്ട് നീ കർമ്മം ചെയ്യണം എന്ന് ഭഗവാൻ ചുരുക്കി പറയാണ്. നല്ലൊരു ശ്ലോകമാണ്. സക്താഹ കർമ്മണ്യവിദ്വാംസഃ തഥാ കുർവന്തി ഭാരതാം കുര്യാദ് വിദ്വാംസ് തഥാ അസക്തഃ. ഇവിടെ ആ പദം എങ്ങനെയാ മുറിയ? അവിദ്വാംസഃ എന്ന് പറയുന്നു അല്ലേ. പിന്നെ ഭാരത എന്ന് അർജുനെ വിളിക്കുന്നു. അവിദ്വാംസഃ എന്നൊരു പദം. കുര്യാദ് വിദ്വാൻ എന്ന്, കുര്യാദ് വിദ്വാൻ എന്ന്, മറ്റത് അവിദ്വാൻ. രണ്ട് പദമാണ്. അപ്പോൾ രണ്ടു കൂട്ടരും കർമ്മം ചെയ്യുന്നു. സക്തഃ, ഒരാൾ ശക്തനായിട്ട് ആസക്തിയോടുകൂടി കർമ്മം ചെയ്യുന്നു. മറ്റേയാൾ
മറ്റേ വിഭാഗത്തിൽപ്പെട്ട ആൾക്കാർ എങ്ങനെയാണ് കർമ്മം ചെയ്യുന്നത്? ലോക സംഗ്രഹം കുര്യാത് വിദ്വാൻ തഥാ അസക്ത. അപ്പം പദങ്ങളൊക്കെ ശരിയായി എന്ന് വിചാരിക്കുന്നു. കുര്യാത് കുര്യാത് വിദ്വാൻ തഥാ സക്ത. സക്ത അസക്ത. സക്തനായിട്ടും ചെയ്യുന്നു, ആസക്തനായിട്ടും ചെയ്യുന്നു. വിപരീതമാണ്, രണ്ട് രീതിയിൽ. അപ്പോൾ സക്താഹ കർമ്മണ്യവിദ്വാംസഃ യഥാ കുർവന്തി ഭാരതാം കുര്യാത് വിദ്വാംസ്തഥാസക്തഃ. കുര്യാത് വിദ്വാൻ തഥാ സക്തഃ. സക്തഃ അസക്തഃ. തഥാ വിദ്വാൻ അസക്തഃ ലോകസംഗ്രഹം ചികീർഷുഃ കുര്യാത്. സക്താഃ കർമ്മണ്യവിദ്വാംസഃ യഥാ കുർവന്തി ഭാരതാം കുര്യാത് വിദ്വാംസ്തഥാസക്തഃ ചികീർഷുർലോകസംഗ്രഹം. സക്താഃ കർമ്മണ്യവിദ്വാംസഃ യഥാ കുർവന്തി ഭാരതാം കുര്യാത് വിദ്വാംസ്തഥാസക്തഃ ചികീർഷുർലോകസംഗ്രഹം. ശ്രീകൃഷ്ണാർപ്പണമസ്തു.